ഹായ്, ഗ്രാവിറ്റി എഞ്ചിനീയേഴ്സ് അക്കാദമിയുടെ Zero2Hero ഫേസ് 3യിലെ ഫസ്റ്റ് വീക്കിലെ തേർഡ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. Zero2Hero ഫേസ് 3യിൽ നമ്മൾ നോക്കുന്നത് അടുത്ത മാസം വരാനിരിക്കുന്ന ഓവർസിയർ എക്സാംസിന് വേണ്ടിയിട്ടുള്ള സിലബസ് വൈസ് ഒരു ക്വിക്ക് റിവിഷൻ സീരീസ് ആണ്. സോ ഫസ്റ്റ് വീക്കിൽ നമ്മൾ നോക്കിയ ടോപ്പിക്സ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആൻഡ് ഓട്ടോക്യാഡ് ആണ്. കഴിഞ്ഞ 2 വീഡിയോസിൽ നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിലെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസും അതിൽ വരാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇതുവരെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി അത് കാണുക. ആൻഡ് ഓൾസോ നമ്മുടെ ഓരോ സെഷൻസിന് ശേഷവും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും വിത്ത് ആൻസർ കീസ്. സോ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡഡ് ആണ്. ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ 2 ഫേസിലെയും നമ്മുടെ Zero2Hero ഫേസിലെ എല്ലാ നോട്ട്സ് PDF നോട്ട്സും അതുപോലെ ക്വിസ് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരും ഡെസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് യൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത് ഓട്ടോക്യാഡ് ആണ്. ഓട്ടോക്യാഡിൽ നിന്ന് വരാവുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്കൊന്ന് നോക്കാം. സോ ആദ്യം എന്താണ് ഓട്ടോക്യാഡ്? ഓട്ടോക്യാഡ് എന്ന് പറയുന്നത് ഇസ് എ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ സോഫ്റ്റ്വെയർ ദാറ്റ് ആർക്കിടെക്ട്സ്, engineers and construction professionals rely on to create precise 2D and 3D drawings. So 2D and 3D drawings കിട്ടാനായിട്ട് ആർക്കിടെക്ട്സും എഞ്ചിനീയേഴ്സും അതുപോലെയുള്ള കൺസ്ട്രക്ഷൻ പ്രൊഫഷണൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ സോഫ്റ്റ്വെയർ ആണ് ഓട്ടോക്യാഡ്. ആൻഡ് PSC ക്വസ്റ്റ്യൻസിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്തു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് CADDയുടെ ഫുൾ ഫോം. CADD എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് ആണ്. ഓട്ടോക്യാഡ് ഫോം ചെയ്യുന്നത് 1982 ആൻഡ് കമ്പനി വിച്ച് ഫൗണ്ടഡ് ഓട്ടോക്യാഡ് ഇസ് കാലിഫോർണിയയിലുള്ള ഓട്ടോഡെസ്ക് ലിമിറ്റഡ് ആണ്. സോ ഓട്ടോക്യാഡിൽ നിന്ന് വരാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ക്യാഡിൻ്റെ ഫുൾ ഫോം, അതുപോലെ അത് ഫോം ചെയ്ത ഇയർ ആൻഡ് ദ കമ്പനി വിച്ച് ഫൗണ്ടഡ് ഓട്ടോക്യാഡ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഓട്ടോക്യാഡിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് കമാൻഡ്സ് ആണ്. മെയിൻലി 2 കമാൻഡ്സ് ആണ് വരുന്നത്, ഡ്രോയിങ് കമാൻഡ്സ് ആൻഡ് മോഡിഫയിങ് കമാൻഡ്സ്. ഡ്രോയിങ് കമാൻഡ്സിന് എക്സാമ്പിൾ വരുന്നത് സർക്കിൾ, ആർക്ക്, ഹാച്ച്, ടെക്സ്റ്റ്, ലൈൻ, പോളിഗൺ. ഇതൊക്കെ എല്ലാം എന്താണ് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ആണ്. മോഡിഫയിങ് കമാൻഡ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും മോഡിഫയിങ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ വരുന്നത് ഇറേസ്, കോപ്പി, മിറർ, മൂവ്, ഓഫ്സെറ്റ്, അറേ, ട്രിം, എക്സ്റ്റെൻഡ്, ഫില്ലറ്റ് ആൻഡ് എക്സ്പ്ലോഡ്. ഇതെല്ലാം മോഡിഫയിങ് കമാൻഡ്സ് ആണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമാൻഡ്സ് നോക്കാം. ഫസ്റ്റ് വൺ ലൈൻ ആണ്. നമുക്ക് ആ കമാൻഡിന്റെ നൈമിൽ നിന്ന് മനസ്സിലാവും അല്ലേ, സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് ലൈൻ കമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പോളി ലൈൻ ആണ്. പോളി ലൈൻ എന്ന് പറയുന്നത് ഒരുപാട് ലൈൻ സെഗ്മെന്റ്സ്, ഒരു കണക്റ്റഡ് സീക്വൻസ് ഓഫ് ലൈൻ സെഗ്മെന്റ്സ് ഒരു സിംഗിൾ ഓബ്ജക്റ്റ് ആയിട്ട് വരയ്ക്കുന്നതാണ് പോളി ലൈൻസ്. ഒരുപാട് ലൈൻ സെഗ്മെന്റ്സ് ചേർന്നിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും, എന്നാൽ അതൊരു സിംഗിൾ ഓബ്ജക്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. അതിനെയാണ് പോളി ലൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമാൻഡ് ഓഫ്സെറ്റ് ആണ്. ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ഒരു പാരലൽ ഓബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റ് കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഒരു പാരലൽ ഓബ്ജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക, അതിനാണ് ഓഫ്സെറ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ലൈൻ ഉണ്ട്, നമ്മൾ ഓഫ്സെറ്റ് കൊടുത്താൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറി പാരലലായിട്ട് അതുപോലൊരു ലൈൻ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ ലൈന് മാത്രമല്ല, നമുക്ക് സർക്കിൾസ്, അറേസ് എല്ലാം യൂസ് ചെയ്യാം. അതിൻ്റെ ഓഫ്സെറ്റ് നമുക്ക് ഓഫ്സെറ്റ് കമാൻഡ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് കമാൻഡ് ട്രിം ആണ്. ട്രിം കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു ഡ്രോയിങ്ങിൽ ഒരു ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഓബ്ജക്റ്റിൻ്റെ അൺവാണ്ടഡ് പോർഷൻസ് നമുക്ക് കട്ട് ഓഫ് ചെയ്ത് കളയാനാണ് ട്രിം കമാൻഡ് യൂസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓട്ടോക്യാഡിൽ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് ട്രിം കമാൻഡ്. നെക്സ്റ്റ് വൺ എക്സ്പ്ലോഡ് ആണ്. എക്സ്പ്ലോഡ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു കോമ്പൗണ്ട് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു കോമ്പൗണ്ട് ഒബ്ജക്റ്റിനെ ഡിസസോസിയേറ്റ് ചെയ്ത് അതിൻ്റെ കമ്പോണൻറ്റ് പാർട്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് എക്സ്പ്ലോഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഓരോ കമാൻഡ്സ് ആണ്. ഓട്ടോക്യാഡിൻ്റെ സ്ക്രീനിൽ അല്ലെങ്കിൽ ആ GUIയിൽ നമ്മൾ കാണുന്ന കമാൻഡ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്ത കമാൻഡ് നോക്കാം. ഇറ്റ് ഇസ് മിറർ കമാൻഡ്. മിറർ കമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓബ്ജക്റ്റിൻ്റെ മിറർ ഇമേജ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് മിറർ കമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ബ്രേക്ക് ആണ്. ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു ഹോൾ ഓബ്ജക്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഓബ്ജക്റ്റിലെ ഏതെങ്കിലും 2 സെലക്റ്റഡ് പോയിന്റ്സിന് അകത്ത് വരുന്ന ഓബ്ജക്ട്സ് അല്ലെങ്കിൽ ആ ഒരു പോർഷൻ ഫുള്ളായിട്ട് ഇറേസ് ചെയ്ത് കളയാനാണ് നമ്മൾ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്.
നെക്സ്റ്റ് വൺ ഷാംഫർ ആണ്. ഷാംഫർ യൂസ് ചെയ്യുന്നത് രണ്ട് നോൺ പാരലൽ ആയിട്ടുള്ള ലൈൻസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഈ രണ്ട് ലൈൻസ് നോൺ പാരലൽ ആണ്. ഈ രണ്ട് ലൈൻസിനെ നമുക്ക് ജോയിൻ ചെയ്യണം. എങ്ങനെ? ബിവൾഡ് ലൈൻസ്, അതായത് ഇൻക്ലൈൻഡ് ലൈൻസ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുന്നതിനെയാണ് ഷാംഫർ കമാൻഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഫില്ലറ്റ് ആണ്. ഫില്ലറ്റും ഷാംഫർ പോലെ തന്നെയാണ്. അതായത് രണ്ട് നോൺ പാരലൽ ലൈൻസ് കൺസിഡർ ചെയ്താൽ ആ രണ്ട് ലൈൻസിനെ ഒരു പെർട്ടിക്കുലർ റേഡിയസ് ഉള്ള ഒരു ആർക്ക് കൊണ്ടോ അല്ലെങ്കിൽ സീറോ റേഡിയസ് ഉള്ള ഒരു ആർക്ക്, സീറോ റേഡിയസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? അതൊരു പോയിന്റഡ് ഓർ സ്ട്രെയിറ്റ് എഡ്ജ് ആയിരിക്കും. സോ ഒന്നുകിൽ നമ്മളൊരു പെർട്ടിക്കുലർ റേഡിയസ് ഉള്ള ആർക്ക് കൊണ്ടോ അല്ലെങ്കിൽ സീറോ റേഡിയസ് ഉള്ള ഒരു ആർക്ക് കൊണ്ടോ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫില്ലറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഓട്ടോകാഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഷോർട്ട് കട്ട്സ് ആണ് ആൻഡ് അതിൻ്റെ സ്പെസിഫൈഡ് നൈംസും ആണ്. ഫസ്റ്റ് വൺ എ ആണ്. എ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആർക്കാണ്. ആർക്ക് അറിയാമല്ലോ, നമുക്ക് രണ്ട് പോയിന്റ്സിനെ ചേർത്ത് ഒരു സ്പെസിഫൈഡ് റേഡിയസിൽ വരയ്ക്കുന്നതിനെയാണ് ആർക്ക് എന്ന് പറയുന്നത്. സോ എ ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ബി എന്ന് പറയുന്നത് ബ്ലോക്ക് ആണ്. സി ഫോർ സർക്കിൾ ആൻഡ് സി ഒ ഫോർ കോപ്പി. ഒരു ഓബ്ജക്റ്റിൻ്റെ കോപ്പി കിട്ടാനാണ് നമ്മൾ കോപ്പി എന്നുള്ളൊരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. എ ആർ വെച്ചിട്ടാണ് നമ്മൾ അറേ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് അറേസ് ഉണ്ടാക്കാം, നമുക്ക് സർക്കുലർ അറേസും ഉണ്ടാക്കാം. സർക്കുലർ അറേസ് ഫോം ചെയ്യാൻ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പോളാർ അറേ എന്നുള്ളൊരു കമൻ്റ് ആണ്. ആൻഡ് ഒ വെച്ചിട്ടാണ് നമ്മൾ ഓഫ്സെറ്റ് കാണിക്കുക. ഓഫ്സെറ്റ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പാരലലായിട്ട് ഒരു ഓബ്ജക്റ്റിൻ്റെ കോപ്പി കിട്ടാനാണ് നമ്മൾ ഓഫ്സെറ്റ് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് കാണിക്കുന്നത് ബി ആർ വെച്ചിട്ടാണ്. അതായത് ഒരു ഓബ്ജക്റ്റിന്റെ തന്നെ രണ്ട് സ്പെസിഫൈഡ് പോയിന്റ്സിന് നടുക്ക് വരുന്ന പോർഷൻസ് നമുക്ക് ഫുള്ളായിട്ട് ഇറേസ് ചെയ്ത് കളയാനാണ് നമ്മൾ ബ്രേക്ക് എന്നുള്ളൊരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എക്സ്റ്റെൻഡ് ആണ്. ഇ എക്സ് എന്നുള്ളൊരു കമാൻഡ് വെച്ചിട്ടാണ് നമ്മളത് കാണിക്കുന്നത്. എക്സ്റ്റെൻഡ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ആ ലൈനിനെ ഒരു പെർട്ടിക്കുലർ സ്ട്രെച്ച് ഓഫ് പോയിന്റ് വരെ സ്ട്രെച്ച് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനാണ് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഫില്ലറ്റ് ആണ്. ഫില്ലറ്റിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ആണ്. ഫില്ലറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? രണ്ട് നോൺ പാരലൽ ലൈൻസിനെ ജോയിൻ ചെയ്യാനായിട്ട് ആർക്ക് യൂസ് ചെയ്യുന്നതാണ് ഫില്ലറ്റ്. മിറർ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് മിറർ ആൻഡ് അതിന്റെ ഷോർട്ട് കട്ട് MI ആണ്. നെക്സ്റ്റ് വൺ എക്സ്പ്ലോഡ് ആണ്. എക്സ്പ്ലോഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്താൽ ആ ഒബ്ജക്റ്റിനെ ഒരു കോമ്പൗണ്ട് ഒബ്ജക്റ്റിനെ അതിൻ്റെ കമ്പോണൻറ്റ് പാർട്സ് ആയിട്ട് നമുക്ക് ഡിസ്അസോസിയേറ്റ് ചെയ്തെടുക്കാനാണ് എക്സ്പ്ലോഡ്. നെക്സ്റ്റ് വൺ മൂവ് ആണ്. മൂവിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് M ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഓബ്ജക്റ്റിനെ ജിയോയിലെ മറ്റൊരു പോർഷനിലേക്ക് മൂവ് ചെയ്യാനാണ് നമ്മൾ ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ സ്കെയിൽ ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഓബ്ജക്റ്റിനെ സ്കെയിൽ ചെയ്യാൻ, ഒന്നുകിൽ റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ എൻലാർജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡാണ് സ്കെയിൽ. SC എന്നുള്ള ഷോർട്ട് കട്ടാണ് സ്കെയിലിന് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ട്രിം ആണ്. ട്രിം ചെയ്യാനുള്ള കമാൻഡ് TR ആണ്. നെക്സ്റ്റ് വൺ റൊട്ടേറ്റ് ആണ്. റൊട്ടേറ്റ് എന്ന് പറയുന്നത് നമ്മൾ RO എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ പോളിലൈൻ ആണ്. പോളിലൈൻ എന്ന് പറയുന്നത് PL വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഒരു സിംഗിൾ ഓബ്ജക്റ്റ് തന്നെയാണ്, എന്നാൽ ഒരുപാട് സീക്വൻസ് ഓഫ് ലൈൻ സെഗ്മെന്റ്സ് ചേർന്നിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് വൺ സ്ട്രെച്ച് ആണ്. സ്ട്രെച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു ലൈൻ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്താൽ അതിനെ ലെങ്തൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഷോർട്ടൻ ചെയ്യാനോ യൂസ് ചെയ്യുന്ന കമാൻഡാണ് സ്ട്രെച്ച്. നമ്മൾ S വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് S ആണ്. നെക്സ്റ്റ് വൺ ലെയർ ആണ്. ലെയർ എന്ന് പറയുന്നത് കുറേ ഓവർലേസ് ആണ്. അതായത് ഡിഫറെൻറ്റ് കളേഴ്സിലും ഡിഫറെൻറ്റ് നൈംസിലും ഒക്കെ നമുക്ക് പല പല ലെയേഴ്സ് കൊടുക്കുന്നതിനെയാണ് ലെയർ എന്ന് പറയുക. LA വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ DIV ആണ്. DIV റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിവൈഡ് എന്നുള്ള കമാൻഡിനെയാണ്. നെക്സ്റ്റ് പാൻ ആണ്. പാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് P വെച്ചിട്ടാണ്. ക്യാപിറ്റൽ ലെറ്റർ P ആണ്. പാൻ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ക്രോസ് ഹെയർ കഴ്സറിനെ നമുക്ക് ഹാൻഡ് കഴ്സറാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് പാൻ യൂസ് ചെയ്യുന്നത്. ഫൈനൽ വൺ സൂം ആണ്. സൂം നമ്മൾ Z വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നമ്മുടെ ഓബ്ജക്റ്റിനെ, ഡ്രോയിങ്ങിനെ സൂം ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഫംഗ്ഷൻ കീസും അതിൻ്റെ പെർട്ടിക്കുലർ ഫംഗ്ഷൻസും ആണ്. F1 തൊട്ട് F11 വരെയുള്ള ഫംഗ്ഷൻ കീസും അതിൻ്റെ ഫംഗ്ഷൻസും ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിമൈൻഡ് ചെയ്ത് വെക്കേണ്ടത്. നമുക്ക് നോക്കാം ഓരോന്നും. F1 എന്ന് പറയുന്നത് ഹെൽപ്പ് എന്നുള്ള ഫംഗ്ഷൻ ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് F2 ആണ്. F2 കാണിക്കുന്നത് ടെക്സ്റ്റ് വിൻഡോ ആണ്. F3 ഓബ്ജക്റ്റ് സ്നാപ്പ്, F4 ടാബ്ലറ്റ്, F5 ഐസോപ്ലെയിൻ, F6 കോർഡിനേറ്റ്സ്, F7 ഗ്രിഡ്, F8 ഓർത്തോ, F9 സ്നാപ്പ്,
F10 പോളാർ ട്രാക്കിംഗ് ആൻഡ് F11 ഒബ്ജക്റ്റ് പോളാർ ട്രാക്കിംഗ്. സോ ഇത്രയാണ് ഫംഗ്ഷൻ കീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കേണ്ടത്. PSCയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, ഓട്ടോകാഡിൽ നിന്ന് തീർച്ചയായും വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതെല്ലാം ഓർമ്മിച്ച് വെക്കുക. ഇനി നമുക്ക് നോക്കേണ്ടത് ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ് ആണ്. ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു ഡ്രോയിങ് ഓട്ടോകാഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇനിഷ്യൽ കുറച്ച് ഡ്രോയിങ് സെറ്റിംഗ്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ് എന്ന് പറയുന്നത്. മെയിനായിട്ട് വരുന്ന കുറച്ച് ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഗ്രിഡാണ്. ഗ്രിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രോയിങ്ങിൽ നമ്മളൊരു റെഫറൻസ് ഗ്രിഡ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സെറ്റിംഗ് ആണ്. ഈ ഒരു ഗ്രിഡ് നമ്മൾ ഡ്രോ ചെയ്യുന്ന സമയത്ത് മാത്രമേ കാണുള്ളൂ. നമ്മളിപ്പോൾ ഡ്രോയിങ്ങിനെ PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു PDFനകത്ത് ഗ്രിഡ് കാണില്ല. നെക്സ്റ്റ് വൺ എന്താണ്? സ്നാപ്പാണ്. സ്നാപ്പ് എന്ന് പറയുന്ന സെറ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ക്രോസ് ഹെയറിൻ്റെ, അതായത് നമ്മുടെ ക്രോസ് ഹെയർ കഴ്സറിൻ്റെ ആ പോയിൻറ്റിംഗ് ഡിവൈസിൻ്റെ മൂവ്മെൻറ്റ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടു ദി നിയറസ്റ്റ് ഗ്രിഡ് പോയിൻറ്റ്. അതിനാണ് നമ്മൾ സ്നാപ്പ് യൂസ് ചെയ്യുന്നത്. F9 വച്ചിട്ടാണ് നമ്മൾ സ്നാപ്പ് ഓൺ ഓർ ഓഫ് ചെയ്യുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു. നെക്സ്റ്റ് വൺ ഒബ്ജക്റ്റ് സ്നാപ്പാണ്. ഒബ്ജക്റ്റ് സ്നാപ്പിനെയാണ് നമ്മൾ O സ്നാപ്പ് എന്ന് കാണിക്കുക. അതായത് എന്താണ്? ഒരു ഓബ്ജക്റ്റിൻ്റെ ജോമെട്രിക് പോയിന്റ് പിക്ക് ചെയ്യാനാണ് ഈ O സ്നാപ്പ് എന്നുള്ള ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ് ആണ് ഓർത്തോ എന്ന് പറയുന്നത്. നമ്മുടെ F8 വെച്ചിട്ടാണ് ഓർത്തോ ഫംഗ്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതാ ഇവിടെ കാണിക്കുന്നതാണ് ഓർത്തോ. ആ ഫിഗറിൽ കാണിക്കുന്നത് പോലെ തന്നെ എന്താണ്? ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ മൂവ്മെൻറ്റ്സ് മാത്രം അങ്ങനെ ലോക്ക് ചെയ്യുക, നമ്മുടെ കഴ്സറിനെ അങ്ങനെ ലോക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഓർത്തോ എന്ന് പറയുന്ന ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഓട്ടോകാഡിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫുൾ ഫോം ഓഫ് WCS. WCSൻ്റെ ഫുൾ ഫോം വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം ആണ്. നെക്സ്റ്റ് വൺ UCS ആണ്. UCS എന്ന് പറയുന്നത് യൂസർ കോർഡിനേറ്റ് സിസ്റ്റം. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് പോളിഗൺ ആർ ലിമിറ്റഡ് ടു. നമ്മൾ ഡ്രോ ചെയ്യുന്ന പോളിഗൺസിൻ്റെ സൈഡ്സ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത് 3 to 1024 സൈഡ്സ് വരെയാണ്. അതുപോലെ നമ്മുടെ ഒരു ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ഡ്രോയിങ് ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ലിമിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, നമ്മളൊരു റെഫറൻസ് പോയിന്റ് മാർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ് എന്താണ്? പോയിന്റ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കമാൻഡ് യൂസ്ഡ് ടു ടൈപ്പ് സെവറൽ ലൈൻസ് വിത്തൗട്ട് റീസ്റ്റാർട്ടിങ്. അതായത് ഒരു സിംഗിൾ ലൈനായിട്ട് നമുക്ക് കുറേ സെവറൽ ലൈൻസ് ടൈപ്പ് ചെയ്യണം വിത്തൗട്ട് എനി റീസ്റ്റാർട്ടിങ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് dtext എന്ന് പറയുന്നത്. 7th ക്വസ്റ്റ്യൻ നോക്കാം. മാക്സിമം ലെങ്ത് ഓഫ് എ കൺസ്ട്രക്ഷൻ ലൈൻ. ഒരു കൺസ്ട്രക്ഷൻ ലൈന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഇതൊരു കൺസ്ട്രക്ഷൻ ലൈൻ ആണെങ്കിൽ ആ ഒരു കൺസ്ട്രക്ഷൻ ലൈനിന് ലിമിറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ്. എന്നാൽ അതിന് ആക്ച്വലി നോ ലിമിറ്റ് ആണ്. നമുക്ക് എത്ര വേണമെങ്കിലും അത് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. 8th ക്വസ്റ്റ്യൻ നോക്കാം. കമാൻഡ് വിച്ച് ചേഞ്ച് ക്രോസ് ഹെയർ കഴ്സർ ടു ഹാൻഡ് കഴ്സർ. നമ്മളിത് ഓൾറെഡി നമ്മൾ ഷോർട്ട് കട്ട് പഠിച്ചപ്പോൾ പറഞ്ഞു അല്ലേ. പാൻ എന്ന് പറയുന്ന കമാൻഡ്, P ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്രോസ് ഹെയറിലെ ഫോമിലിരിക്കുന്ന കഴ്സറിനെ ഹാൻഡ് കഴ്സറാക്കി ചേഞ്ച് ചെയ്യുന്നത്. 9th ക്വസ്റ്റ്യൻ നോക്കാം. പോളാർ അറേ ക്രിയേറ്റ്സ് ഓബ്ജക്റ്റ് ഇൻ. ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ, അറേ നമുക്ക് സ്ട്രെയിറ്റ് അറേ ഉണ്ട്, അതായത് സർക്കുലർ ആയിട്ടും അറേസ് ക്രിയേറ്റ് ചെയ്യാം. സർക്കുലർ ആയിട്ടാണ് ഓബ്ജക്ട്സ് അറേയിൽ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് സർക്കുലർ പാറ്റേൺ ആണ്. ഓക്കെ, അത് സർക്കുലർ പാറ്റേൺ ചെയ്യുന്നത് ഏതിലാണ്? പോളാർ അറേ യൂസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് ടു ഡ്രോ സോളിഡ്സ് ബൈ ഗിവിംഗ് തിക്നെസ് ടു ഓബ്ജക്ട്സ്. ഓബ്ജക്ട്സിന് തിക്നെസ് കൊടുത്ത് സോളിഡ്സ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡിനെയാണ് എക്സ്ട്രൂഡ് എന്ന് പറയുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഇത്രയും പോർഷൻസ് ആണ് ഓട്ടോകാഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ ഓവർസിയർ എക്സാംസിന് കൂടുതലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതെല്ലാം ഒന്ന് നോക്കുക. അതുപോലെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസും PDF നോട്ട്സിനും വേണ്ടിയിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സോ അടുത്ത ഒരു വീഡിയോയിൽ, അല്ലെങ്കിൽ അടുത്ത വീക്കിലെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അടുത്ത സബ്ജക്റ്റ് ആയിരിക്കും. സൺഡേയിലുള്ള ലൈവ് ക്യൂസിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യുക. ഓക്കെ.